ആലപ്പുഴ പൂച്ചാക്കലിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമാണെന്നതിന് തെളിവില്ല. കുഞ്ഞിനാവശ്യമായ പരിചരണം നൽകാത്തതിനെ തുടർന്നാണ് മരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഗർഭം ഒഴിവാക്കാനായി ഗുളിക കഴിച്ചതിനാൽ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് കുഞ്ഞിന്റെ മാതാവും ഒന്നാം പ്രതിയുമായ ഡോണയുടെ മൊഴി. നവജാത ശിശുവിനെ പ്രസവിച്ച ശേഷം കുഴിച്ചിട്ട കേസിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. കേസിലെ ഒന്നാം പ്രതി 21-കാരി പാണാവള്ളി സ്വദേശി ഡോണ ജോജി, രണ്ടാം പ്രതി തകഴി സ്വദേശി തോമസ് ജോസഫിന് കുഞ്ഞിനെ കൈമാറിയപ്പോൾ തന്നെ മരിച്ചിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ്. 2 ദിവസമായി പൂച്ചാക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന ഡോണ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി നൽകി. ഗർഭം ഒഴിവാക്കാനായി ഗുളിക കഴിച്ചതിനാലും കരുതലും സംരക്ഷണവും നൽകാത്തതിനാലും പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഡോണയുടെ മൊഴി. ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം പൊക്കിൽ കൊടി മുറിച്ച് കുഞ്ഞിനെ അവിടെ തന്നെ സൂക്ഷിച്ചു. പ്രസവത്തിന് പിന്നാലെ ബോധരഹിതയായ ഡോണ പിന്നീട് ബോധം വന്ന ശേഷം കുഞ്ഞിനെ വീഡിയോ കോൾ വഴി തോമസ് ജോസഫിനെ കാണിച്ചു. ഈ സമയം കുഞ്ഞിന്റെ കണ്ണുകൾ അടഞ്ഞ നിലയിലായിരുന്നു. ജനിച്ച ശേഷം 1 തവണ മാത്രമാണ് കുഞ്ഞു കരഞ്ഞത്. ഇതോടെ മരിച്ചെന്ന് കരുതി. തുടർന്നാണ് വീടിന്റെ പാരപ്പറ്റയിൽ കൊണ്ടുപോയി വെച്ചതെന്നുമാണ് മൊഴി. മരണകാരണമായ രീതിയിൽ കുഞ്ഞിനെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് നിലവിൽ 3 പ്രതികൾക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. പ്രസവം നടന്ന ഡോണയുടെ വീട്ടിലും ഗർഭം സ്ഥിരീകരിക്കാൻ പോയ അമ്പലപ്പുഴയിലെ ലാബിലും സ്വകാര്യ ആശുപത്രിയിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ ഡോണയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 ആലപ്പുഴ.